ഏറ്റവും വലിയ നിയമ പുസ്തകമാണ് ഭരണഘടന. അത് നിയമമാക്കാനായിട്ടാണ് നമ്മൾ ഓരോ 5 വർഷം കൂടുന്തോറും സെലക്ട് ചെയ്തിട്ട് നിയമനിർമ്മാണ സഭ, പാർലമെന്റ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിടുന്നത് നിയമമാക്കാനാണ്. നിയമമാക്കി കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ മേലെയുള്ള എക്സിക്യൂട്ടീവ്സ് ആണ്. നമുക്ക് അതിന്റെ മേലെ എന്ന് പറയാൻ കാര്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നവരാണ് ഏറ്റവും മേലിലെന്നും അതിന്റെ താഴെയാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ 375 വകുപ്പ് പറയുന്നത് ഭരണഘടനാ ലക്ഷ്യം സാധൂകരിക്കേണ്ട പ്രധാന ഘടകം ജുഡീഷ്യറിയാണ്, നീതിന്യായ വ്യവസ്ഥയാണ്. അതിന്റെ താഴെയാണ് എക്സിക്യൂട്ടീവ്സ്. എക്സിക്യൂട്ടീവ്സിൽ പെട്ടതാണ് പോലീസും വിജിലൻസും ക്രൈംബ്രാഞ്ചും അങ്ങനെയുള്ളത് എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളെല്ലാം എക്സിക്യൂട്ടീവിൽ പെട്ടതാണ്. അതിന്റെ താഴെയാണ് മിനിസ്റ്റീരിയൽ വിഭാഗം. മിനിസ്റ്റീരിയൽ വിഭാഗം എന്ന് വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്ന മുഖ്യമന്ത്രിയായാലും മന്ത്രികളായാലും MLA ആയാലും MP ആയാലും പഞ്ചായത്ത് മെമ്പറായാലും അവരൊക്കെ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നവർ ഏറ്റവും താഴെയാണ് അവർ നിൽക്കുന്നത്. അവരുടെ ജോലി എന്താണ്? അവർ താൽക്കാലികമാണ്. ഒരു 5 വർഷത്തേക്ക് യജമാനന്മാരായ ജനങ്ങൾ അവരെ സെലക്ട് ചെയ്ത് കയറ്റിയോ എന്തിനു?